അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങളിങ്ങനെ കരുതുണ്ടാവും എന്താ ഇപ്പോൾ ഇങ്ങനെ മാവൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കണമെന്നില്ലേ അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ മുഴുവനായി കണ്ടു നോക്കി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും റംസാൻ മുബാറക്ക് ഉണ്ട് കേട്ടോ, എൻ്റെ കുടുംബത്തിൻ്റെയും. അപ്പോൾ നമുക്ക് ഇന്ന് ഇതൊക്കെയാണ്, കുറച്ച് പാലപ്പം പത്തിരി ഒക്കെ റെഡിയാക്കാം കേട്ടോ. ഇന്ന് നമ്മളെ ഇഫ്താർ വ്ളോഗും റെസിപ്പീസും ഐറ്റംസൊന്നും ഞാനിന്ന് വീഡിയോ ചെയ്തില്ല കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ച് തിരക്കിൽ തന്നെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ, ഒന്ന് കണ്ടു നോക്കി. നമ്മൾ എന്താ പറയുക, ലോറി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടോ. കുറച്ചധികം പത്തിരിയും കുറച്ചധികം പാലപ്പമൊക്കെ വേണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ റെസിപ്പി മാവ് സെറ്റപ്പാക്കലൊക്കെ ഉള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പെർഫെക്റ്റ് പാലപ്പം, അല്ലെങ്കിൽ പിന്നെ പൂ പോലെ പാലപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ കണ്ടു നോക്കി. ഏതായാലും നമ്മൾ കുറച്ച് അതിൻ്റെ ഇടയിൽ കൂടെ പാലപ്പം ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പത്തിരിക്കുള്ള ഈ ഒരു മാവും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഇത് റെഡിയാക്കി എടുക്കാം. റമദാനിൽ നമ്മൾ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കി നമ്മളെല്ലാവർക്കും കൊടുക്കുമ്പോൾ അതിനൊക്കെ നമുക്ക് പുണ്യമുണ്ട് എന്നാണ് നമ്മൾ കേട്ടത്. അപ്പോൾ പിന്നെ നമ്മൾ ഇതുപോലെ ഒക്കെ അടിപൊളിയാക്കി തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക വെച്ചാൽ പത്തിരിയൊക്കെ നല്ലോണം കുഴച്ച് റെഡിയാക്കിയിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പേപ്പർ പോലത്തെ പത്തിരി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. എത്ര ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് എണ്ണി റെഡിയാക്കി വെക്കട്ടെ. ഇത് നമുക്ക് അപ്പോൾ നമ്മൾ നോമ്പൊക്കെ എടുത്തിട്ട് ഇതുപോലെ അടുപ്പത്ത് നിന്നാൽ നല്ല ചൂടാണ് കേട്ടോ. ഈ ഒരു തീ എത്തുമ്പോൾ ഉണ്ടാകുമ്പോൾ നല്ലൊരു ചൂട് നമുക്കും നമ്മളെ സ്കിന്നിനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. മാഷാ അല്ലാഹ്, നമുക്ക് റമദാനിൽ ഇതിലൊക്കെ ഒരു പുണ്യം ഉണ്ടാവും, നമ്മളങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. മാഷാ അല്ലാഹ്, നമ്മളെ നൈസ് പത്തിരി ഉണ്ടല്ലേ, ബോൾസായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പത്തിരിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു 80ഓളം പത്തിരിയാണ് ഇപ്പോൾ നമ്മളിവിടെ ചുട്ടെടുക്കുന്നത്. പാലപ്പവും അതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം എണ്ണ നോക്കാം. എണ്ണ നോക്കി കുറച്ച് അങ്ങോട്ട് ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു സമാധാനമാണല്ലോ. 10, 11, 12, 13, 14. അപ്പോൾ നമ്മളെ പത്തിരിയും പാലപ്പവും ഒക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോക്സിലേക്ക് മാറ്റാം. പത്തിരി നമുക്ക് ഇതുപോലെ ഒന്നൊരു പാക്കാക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയൊരു വർക്കാണ്. മാഷാ അല്ലാഹ്, അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഇന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, നമുക്ക് റെഡിയാക്കിയിട്ടില്ല ഫുഡ് ഐറ്റംസ്. ഞാനിന്ന് നമുക്ക് കുറച്ചൊരു ജ്യൂസും ഒക്കെ തന്നെ ഉള്ളൂ കേട്ടോ, പ്രത്യേകിച്ച് ഒന്നുമില്ല.
പിന്നെ നമ്മളൊന്ന് കുനാഫ ഉണ്ടാക്കിയിട്ടുണ്ടായിനി. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഞാനല്ല ഉണ്ടാക്കിയത്, ഫിനിമോളാണ്. എന്നാലും ഞാൻ ആ വീഡിയോ ഉണ്ട്. നല്ല എല്ലാവർക്കും സാധാരണക്കാർക്കൊക്കെ നമുക്ക് പെട്ടെന്ന് അധികം പൈസക്ക് ചിലവില്ലാത്തൊരു കുനാഫ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ. ആ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം ഇൻഷാ അള്ളാ. ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ കണ്ടു നോക്കിട്ടോ. നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൊരു കുനാഫയാണ്. എന്നാൽ നമ്മൾ ഒറിജിനൽ കുനാഫേൻ്റെ അതേ പെർഫെക്റ്റ് ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. വീഡിയോൻ്റെ ലെങ്ത്തൊന്നും കൂട്ടണ്ടല്ലോ കരുതിയിട്ടാണ് കേട്ടോ. ഇന്ന് പിന്നെ ഞാൻ പൊതുവേ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. നമുക്ക് തന്നെ എമ്പാടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നുമില്ല ഒരു എന്താ പറയുക, ഒരു മൈൻഡില്ലേന് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബോക്സിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇനി പത്തിരിയും കൂടി ഇങ്ങനെ പാക്കാക്കി വെക്കാം. അപ്പോൾ എന്നും പറയും പോലെ നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്തോളി. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറന്ന് കാണുന്നവരും എൻ്റെ ചാനലൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിലും നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളി. ഞാൻ ഏതായാലും ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റും. കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും നമ്മളെ ഡെയിലി റുട്ടീന്, ഫുഡ് ഐറ്റംസ് അതൊക്കെ തന്നെ നമ്മളെ വീഡിയോയിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. എന്തായാലും ഞാൻ പത്തിരിയൊക്കെ അതുപോലെ ഒന്ന് പാക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ഇന്നേ ദിവസത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഡേ ഇൻഷാ അള്ളാ നമ്മൾ വരും കേട്ടോ. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.